അപ്പൊ മച്ചന്മാരെ നമ്മൾ ഇന്നുള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനി നമ്മളെ പഴയ കടവ് റൂട്ടിലാണുള്ളത്. ഇവിടെ ശ്രീദുർഗ എന്ന് പറഞ്ഞ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഇപ്പൊ രാവിലെ സമയം 8 മണിയാണ്. നമുക്ക് അവിടെ ലൈവായിട്ട് ചൂടായിട്ട് എന്താ കഴിക്കാൻ കിട്ടാന്നുള്ളത് പോയി നോക്കിയാലോ. എന്നാ പോവാ, എന്നാ പോരെ. അപ്പൊ മച്ചന്മാരെ ഇതാണ് ഞാൻ പറഞ്ഞ കട. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കിയാലോ, വെജിറ്റേറിയൻ ലൈവായിട്ട് എന്താ കിട്ടാന്നുള്ളത്. എന്നാ വായോ. എടാ, ഒരു നെയ് റോസ്റ്റ്, ആ 2 ഇഡ്ഡലി, പിന്നെ മസാല ദോശ വേണോ? പിന്നെ സാധാ ദോശ ഉണ്ടോ? 2 സാധാ ദോശ. ആ മസാല അല്ല, നെയ് റോസ്റ്റ്. മസാല ദോശ എന്താ പാടെന്ന് അറിയില്ലല്ലോ, നോക്കാലോ നമുക്ക്. ആ മസാല എല്ലായിടത്തും മുമ്പുണ്ടാവില്ല, അവിടെ എന്താ അവസ്ഥ? കഴിച്ചു നോക്കിയാലേ പറയാനുള്ളൂ അല്ലേ. സുഖിയ ഉണ്ടാവും ചിലപ്പോ. സുഖിയയിലും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കാലോ. നല്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടാ, അടിപൊളി. ഒന്നും പറഞ്ഞില്ല. വായിൽ വെച്ച അലിഞ്ഞു പോണ ടൈപ്പ് ഇഡ്ഡലി, അടിപൊളി. കഴിച്ചോക്ക്, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി ഇഡ്ഡലി കേട്ടോ, ഒന്നും പറയില്ല. ഇനി ബാക്കിയും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. എവിടെ വേഗം വരൂ. അപ്പൊ മച്ചാന്മാരെ എല്ലാ സാധനവും വന്നിട്ടുണ്ട്. എവിടുന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ദോശ വെച്ച് തുടങ്ങാം. അടിപൊളി കേട്ടോ. ഒരു പീസ് ദോശ, കുറച്ച് ഇഡ്ഡലി, ഇങ്ങനെ മാന്യമായിട്ട് ചമ്മന്തിയിലൊക്കെ മുക്കി. ഓ പക്ഷെ ഭയങ്കര പുളിയാട്ടോ. ദോശയ്ക്ക് കുറച്ച് പുളി കൂടി പോയെന്നൊരു സംശയം. നമുക്ക് ഇഡ്ഡലി കഴിക്കാൻ തൽക്കാലം. ഇതിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ, ചട്നി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡ്ഡലിക്ക് എങ്ങനെ കൂട്ടാനാ? ഇങ്ങനെ മിക്സ് ആക്കി നല്ലോണം കഴിക്കണ്ടേ? വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് കംപ്ലൈൻ്റ് ആവുന്നത് എന്തെടുത്തിട്ട് അവിടെയാണല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് വേണേൽ സ്കിപ്പ് ചെയ്യാം, കാരണം വോയിസ് ഇല്ല, വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ. ഫുഡിനെ പറ്റി തന്നെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് ഒരു രക്ഷയില്ലാത്ത അപാര ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഇവരുടെ ഇഡ്ഡലിയും ദോശയും. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം.
ഇവിടുത്തെ ഓരോ കടികളും നല്ല അടിപൊളി നല്ല പക്ക സെറ്റ് സാധനം കേട്ടോ. ഈ വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ ദോശയും ഇഡ്ഡലിയും മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, കാരണം അത്രയും പൂ പോലെ എന്നൊക്കെ പറയുന്നത് ഇഡ്ഡലിയിൽ ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള ഇഡ്ഡലിയാണ്. പൂ പോലെ എന്ന് പറഞ്ഞാൽ പൂ പോലെ തന്നെയാണ്. ചട്നിയൊക്കെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒരുവിധം വെജിറ്റേറിയൻ ഹോട്ടലീസിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് അത്രയും സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നമ്മളെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന്